ഹലോ എവരി വൺ. നമ്മൾ ഈ ചാപ്റ്ററിൽ മൾട്ടിപ്പിൾസ് ആൻഡ് ഫാക്ടേഴ്സ്, അതായത് ഗുണിതങ്ങളും ഘടകങ്ങളും എന്താണെന്നാണ് പഠിച്ചിരുന്നത്. ഗുണിതം എന്ന് പറയുമ്പോൾ, അതായത് മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ ആ വേർഡിൽ നിന്ന് നമ്മൾ ട്രിക്കോട് കൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതായത് ഗുണിതം അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗുണനപ്പട്ടിക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതായത് 2ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ 3യുടെ എന്നൊക്കെ പറയുമ്പോൾ 3യുടെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ആൻസർ ആയിട്ട് വരുന്ന കുറച്ച് നമ്പർ ഇല്ലേ, ഇതൊക്കെ എന്താണ് 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. നമുക്ക് സെയിം നമ്പർ വെച്ചിട്ട് ഗുണിതങ്ങളും ഘടകങ്ങളും, അതായത് മൾട്ടിപ്പിൾസും ഫാക്ടേഴ്സും രണ്ടും പറഞ്ഞു നോക്കാം. അതായത് ഇപ്പോൾ ഒരു 16 എന്നുള്ള നമ്പർ എടുക്കും. ഇപ്പം ഞാൻ 16 എന്ന് പറഞ്ഞ നമ്പറിൻ്റെ 5 മൾട്ടിപ്പിൾസ് എഴുതിയിട്ടുണ്ട്, 5 ഗുണിതങ്ങൾ. കാരണം ഗുണനമാണല്ലോ. അതായത് 16 എന്ന് പറഞ്ഞ 16 എന്ന് പറഞ്ഞ നമ്പറിനെ ഞാൻ എന്ത് ചെയ്യുന്നത്, 1നെ കൊണ്ടും 2നെ കൊണ്ടും 3നെ കൊണ്ടും അങ്ങനെ കണ്ടിന്യൂഷനി ഗുണിച്ചിട്ട് കിട്ടിയ ഈ ആൻസറൊക്കെ ഗുണിതങ്ങൾ ആയിട്ട് വരും. ഓക്കെ, ഈ ആൻസറുകളാണ് ഗുണിതങ്ങൾ അഥവാ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞത്. ഇതെന്ത് ചെയ്യണില്ല, അവസാനിക്കണില്ല. 5 × 16 കഴിഞ്ഞാൽ 6 × 16 അങ്ങനെ പോവും. എന്നാൽ ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അത് അവസാനിക്കും. മാക്സിമം 16 വരാൻ പാടുള്ളൂ. അതാണ് 16ലേക്ക് എത്താനുള്ള വഴികളാണ് ഈ ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ. നമുക്കറിയാം, 1നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 16 കിട്ടും. അതുപോലെ 2 × 8 2 × 8 കിട്ടും. പിന്നെ 4 × 4 3യുടെ ടേബിളിൽ 16 വരില്ല. ഇത്ര ഇപ്പോൾ നമുക്ക് കിട്ടിയത് എത്ര നമ്പറാണ്, 5 നമ്പേഴ്സ്. 1 16 2 8 4. ഈ 5 നമ്പേഴ്സും എന്താണ്, ഫാക്ടേഴ്സ് ഓഫ് 16 അല്ലെങ്കിൽ ഘടകങ്ങൾ 16 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഘടകങ്ങളാണ്.